കഥാപാത്രം പറഞ്ഞു. അത് മോൾഡ് ചെയ്യുന്നതാണ്. അതിന് ഷേപ്പ് കൊടുക്കുന്ന ആദ്യം ഇങ്ങനെ ഒരു കളിമണ്ണാണ്. അപ്പോൾ അതിനകത്തൊരു കാര്യം, ഇയാൾ ഇന്ന രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്. ഒരു ഷേപ്പ് വന്നു തുടങ്ങി. അയാൾ ഇന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. ഈ ഷേപ്പ് വന്നു തുടങ്ങി. അയാൾ ചിലപ്പോൾ ഇന്ന രീതിയിൽ കയർക്കും. ഓക്കെ, അയാളുടെ മനസ്സിലൊരു ഇമോഷൻസ് ഉണ്ട്. അയാൾ ചിലപ്പോൾ വളരെ ഹാപ്പിയാണ്, ചിലപ്പോൾ അയാൾക്കൊരു മ്യൂസിക്കിനും ഇങ്ങനെ ഒരു രൂപം ഇങ്ങനെ റെഡിയായി വരികയാണ്. അതിനൊരു ആ ഫേസിനൊരു സംഭവം കിട്ടും, പൂർണ്ണത കിട്ടും, അല്ലെങ്കിൽ ആ രൂപം വരും. ആ രൂപമാണ് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിന് നമുക്ക് ഗൈഡൻസ് വേണം. ഗൈഡൻസിന് തിരക്കഥാകൃത്തുക്കളുടെ ഗൈഡൻസ്, സംവിധായകൻ്റെ ഗൈഡൻസ് എല്ലാം കഴിഞ്ഞ് സാങ്കേതികമായിട്ട് ഓഫ് കോഴ്സ് അത് പെർഫോമൻസിൻ്റെ സമയത്ത് സിനിമാറ്റോഗ്രാഫറും കാര്യങ്ങളൊക്കെ പിന്നീടുള്ള വിഷയങ്ങളാണ്. അതുവരെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെ ഈ കഥാപാത്രത്തെ ആവിഷ്കരിക്കാം എന്നുള്ള ചിന്തയിൽ എങ്ങനെ നടക്കണം, എങ്ങനെയായിരിക്കണം ഇയാളുടെ നോട്ടം, എങ്ങനെയായിരിക്കണം ഇയാളുടെ ഡയലോഗ് പറയുന്ന രീതി, ഇയാൾ കുറച്ച് ലൗഡായിരിക്കുമോ, ഇയാൾ അത് വളരെ പതിഞ്ഞ സ്വരത്തിലായിരിക്കുമോ പറയുക, ഇങ്ങനെയുള്ളൊരു അനാലിസിസ് നമ്മൾ നടത്തിയാൽ ആ കഥാപാത്രത്തിന് കൂടുതൽ മിഴിവ് വരും.